ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സായിക്കാക്കൻ്റെ കല്യാണമാണ് ഗൈസ്. അപ്പോൾ കാത്തിരുന്ന കല്യാണമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പോവുകയാണ്. എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ ഫസ്റ്റ് പരിപാടി പെണ്ണിൻ്റെ അവിടെ നിൽക്കാനാണ്. നാളാണ് നിൽക്കുക. ഇപ്പോൾ രാത്രി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. 9:45 അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലിയും പിന്നെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് ബസ്സിൽ ഗോവ അവിടേക്കാണ് പോകുന്നത്. പെണ്ണ് അവിടെ ഉള്ളതാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ എന്തായാലും നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരെ ഗോവയിലേക്ക് പോകണം. വലിയ പണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് കുറേ കാലത്തിന് ശേഷം വല്യമ്മ കുറച്ച് ലോങ് ആയിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ്. ബസ്സിലാണ് യാത്ര. ഒരു ഹായ് പറ. കണ്ണാടി ഇല്ലാത്തൊരു പരിപാടി നമ്മൾ കണ്ണാടി നിർബന്ധ. ഹായ് ഗൈസ് എന്ന് പറയും. അപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ പറയും. ലൈക്ക് ചെയ്യാം. നമ്മള് പോയിട്ട് വരാം. ബസ്സിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഒന്നാം ഉല്ലാസ യാത്ര പോവാം നമ്മൾ. ഇപ്പൊ അവിടെ ഫുൾ കല്യാണം ഇല്ലാണ്ട് ഇപ്പൊ എവിടെ പോയാലും അതിലതിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിൽ വന്ന ആൾക്കാരെ ഫുൾ സാധനം എടുത്തിട്ടാണ് പോകുന്നത്. നാളെ രാത്രി നമ്മൾ ഇവിടെ തിരിച്ചെത്തൂലേ? അല്ല മറ്റന്നാൾ രാവിലെ. മറ്റന്നാൾ രാവിലെ തിരിച്ചെത്താം. നമ്മള് ബെല്ലിമൻ അങ്ങോട്ട് കൊണ്ടേക്കുന്നത്. After 5 o'clock you come back, നമ്മളെത്തും. നമ്മൾ ബസ്സിലേക്ക് പോവാണ്. ബസ്സിൽ എത്തി വെല്ലിമനെ കൊണ്ടുപോകാനുള്ള കയറ്റാനുള്ള പരിവസ്ഥയിലാണ്. ഫുള്ള് സീനാണ്. നമുക്ക് എല്ലാവരും കേറിയിട്ട് കാണാം. സാനികാക്ക ഫുള്ള് മാസ്ക് എടുക്കുക. നിങ്ങൾക്ക് എന്താ ജലദോഷം? ഇത് നമ്മള് മാവിസ് എന്തായാലും മാവിസ് കേറി കൈയടിക്കല്ലാരും. ഇതാണ് നമ്മളെ ബസ്. ഇതൊക്കെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാര്. നമ്മളെ വെല്ലുവിടെ സക്സസ്ഫുള്ളി ഇവിടെ കയറി ഇരുന്നിക്കണ്. ഓക്കേന്ന് പറയും. ഓക്കെ കാണിക്കിങ്ങനെ. ഓക്കെ നമ്മളെ വാട്ടിപ്പന്റെ മക എല്ലാവർക്കും മടക്ക് മധുര നിന്ന് ഇറങ്ങണമെന്നാ പറഞ്ഞു. സൈനവ കൊടുക്കി പൊടിച്ചെടുക്കണം. ഇപ്പൊ അങ്ങോട്ട് ഇരുന്നാളി ഇവന്റെ അടുത്ത്. ഉമ്മനെല്ലാരും കൂടി ഊക്കാണ് കരി. ഉമ്മനെല്ലാരും പ്രലോഭിപ്പിച്ച് കരീപിക്കാനൊക്കെ നോക്കിയെങ്കിലും പ്രലോഭിപ്പിക്കാൻ നോക്കിയെങ്കിലും പക്ഷെ നടന്നില്ല. ഇപ്പൊ മാറിയിരുന്നത്. ഇപ്പൊ ഉമ്മ വേണമെന്നാ പറഞ്ഞത്. ഇവരെപ്പോഴും മേഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള കപ്പിളാണ്. ഇതെന്ത് ഗുളിയാ? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂത്രയ്ക്കാൻ വന്നതാണ്. ഞങ്ങളെ ബസ് ഇതാ അവിടെയുണ്ട്. ഞങ്ങൾ പെട്രോൾ പമ്പിലാണുള്ളത്. ഞങ്ങളൊന്ന് ഷൂ വെച്ചിട്ട് തരാം. കാത്തിട്ടാണ് ബസ് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ കറണ്ട് കൊയിലാണ്ടി എത്തി. നാളെ വിവാഹിതരാവുന്ന ഷൈൻസാർ ദമ്പതികൾക്ക് 1000 അഭിനന്ദനങ്ങളും. എല്ലാവരും ഉറങ്ങി. ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. കുറെ ആൾക്കാർക്ക് വിശക്കാൻ തുടങ്ങി. ഫുഡ് കൊടുക്കണം. ഇതില് പടട്ടിട്ടുണ്ട്. ഞാൻ വേഗം ഒന്ന് കുറച്ചു നേരം ഉറങ്ങട്ടെ ഗൈസ്. നല്ല ഉറക്കാണ്. ഉറക്കുക ഐഷു തത്ത സ്വാമി ഓരോരുത്തരുടെ
ഇപ്പൊക്കെ എന്റെ ലൈഫ് ഉറങ്ങിയില്ലേ? ഇല്ലാന്ന് പറയരുത്, ഞാൻ കണ്ടതാ. ഈ ഉറങ്ങിയോ? ഈ പോണ ഇവിടെ ഉറക്കത്തിന് കണ്ടുപോയി ഉറങ്ങിയില്ലേ ലൈഫ്? ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. കൊറേ നേരം അവിടെ ഉടുപ്പി ബോർഡറിലെത്തി ഗൈസ്. ആരൊക്കെ ഇറങ്ങിയിട്ട് എന്താ വട വാങ്ങാനോ ചായ വാങ്ങാനോ പോയിട്ടുണ്ട്. ഇപ്പൊ നല്ല ഉറങ്ങി. ഇപ്പൊ ലക്ഷറി ലൈഫ് ആയിരുന്നു. തലയാണ പതുപ്പ് ഫുൾ സെറ്റ്. ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കി കൊറേ നേരം. ഞങ്ങളിത് അവിടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എത്തണോ? ഇതാണ് നമ്മളെ യൂസുഫ്. നമ്മളെ ലാൽ അവിടെ ഉണ്ട്, മാസ് അവിടെ ഉണ്ട്, എല്ലാരും ഉണ്ട് ഇവിടെ. യൂസുഫ് മനസ്സിൽ. പിന്നെ ഇവിടുത്തെ വീടിനൊക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൂടിയാണ് സ്റ്റെയർ വരുന്നത്. ഞാനൊരു 10 വയസ്സിലോട്ട് വന്നതാണ് ഈ വീട്ടിലേക്ക്. ഇവിടെ ഫുള്ള് സെറ്റപ്പാണ്. ഇവിടെ എല്ലാ പരിപാടി ആക്ച്വലി വേറെ വീട്ടിലാണ്. ലാലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ്. ഓക്കെ, അപ്പം ഇവരെ റിലേറ്റീവ് വിട്ട ഒരു കുട്ടിനാണ് നമ്മൾ സൈക്കാർക്ക് കല്യാണം കഴിക്കുന്നത്. അപ്പം നമ്മളിവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് സെറ്റപ്പിലാണ് പരിപാടി. മാസം ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗായ്സ്. ഞങ്ങൾ വന്ന ബസ് ഇതാണ്. നമുക്ക് കയറട്ടെ. അവിടെ മാസം ഇവിടെ ഉണ്ട്. മാസം കൊറേ കളിക്കുന്നല്ലേ ഇവിടെ വരുന്നത്. അതായിട്ട് വരികയാണ് എൻ്റെ അടുത്തേക്ക്. 10 വയസ്സിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണുള്ളത്. ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട് സെയിം. ഈ 2 റൂമ് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേസ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നത്. എല്ലാവരും ഇങ്ങനെ ഇറങ്ങണം. വലിയ നടക്കണം. അതാണ് മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മള് പണ്ട് വന്നാൽ കിടക്കുന്ന റൂമിൽ ആലന്റെ വീട്ടിലെ മുഖം കരുവാളിച്ച് ഇങ്ങനെ ആയിരിക്കും. ആലന്റെ വീട്ടിലെ വേറൊരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഇങ്ങനെ പല്ല് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ ഇതൊരു ബാത്റൂം. ഈ ബാത്റൂമാണ്. ഈ ബാത്റൂമിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ പണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് കുളിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കുളിക്കാറുള്ളത്. ആ കുളിക്കുന്ന സമയത്ത് ഇവരിവിടെ കയറിയപ്പോൾ ഒരു ദിവസം ഭയങ്കര ചൂട്. നോക്കുമ്പോൾ എന്താ അതിനുള്ളിൽ ചൂടുവെള്ളമാണ് ഗൈസ്. അപ്പുറത്ത് കൂടിയ പുറത്ത് കൂടി എന്താ ചൂടാക്കണത് ടൈപ്പ്. എന്നിട്ട് ഇതിൽ ചൂടുവെള്ളം. അത് നല്ലൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. പുറത്താണത് വെള്ളം ചൂടാവണത്. ഈ ഭാഗത്ത് ഇവിടെ അതാ കാണുന്ന ഭാഗത്ത് എന്തോ വെള്ളം ചൂടാകും. വിറകിട്ടിട്ട് ചൂടാക്കുന്നത് അതിൽ ചൂടുവെള്ളം വരും. നല്ലൊരു അടിപൊളി. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കഴിക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കേട്ടോ. പായസത്തിന്റെ ബോളിയില്ല, പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വേണോ? ക്ലിയർ നമ്മുടെ നാട്ടിലെ എന്താ പറയാ ഉണ്ടൊക്കെ എന്താ പറയാ ബോണ്ടല്ല, കായപ്പം പരിപ്പിയ പോലത്തെ സാധനം കേട്ടോ. കായപ്പത്തിന് ടേസ്റ്റ് ഉണ്ട്. ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായി. നല്ല അടിപൊളി ഫുഡായി കേട്ടോ. അത് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ ഭാഗത്തേക്ക് ഫുഡ് ചിലപ്പോൾ രസം ഉണ്ടാവില്ലെന്ന്. പക്ഷെ നല്ല ഫുഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മാറ്റി വന്ന് സെറ്റ് അയക്കണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ എന്തോ ഒരു മുഖത്ത് വെക്കണ ഒരു ഗോൾഡൻ സാധനം എടുത്ത് തേച്ച് ആകെ മുഖം ഒന്ന് ഡള്ളായിപ്പോയി. ഇത് വീഡിയോയിൽ മനസ്സിലാവണമെന്ന് അറിയാം. നമ്മളെ കല്യാണച്ചക്കൻ അവിടെ ഒരുക്കിക്കൊണ്ട് നിൽക്കാണ്. കൊല്ലുകയാണ്. ഉറങ്ങിപ്പോയി. ഇപ്പൊ വരി മാറ്റി ഒരുങ്ങി വരി. ഷിഫാണി ഇവിടെ ഒരു പണിയിലാണ്. ആയിഷ ബീഗം ഇവിടെ ഉണ്ട്. ആയിഷ ഇന്ന് നോർമലാണ് കേട്ടോ. അതുകൊണ്ടാണ് ആയിഷക്ക് ഇത്ര ഇത്. ആയിഷന് ഡ്രസ്സ് ഇല്ല, വേറെ എടുത്തില്ല. അതുകൊണ്ടാണ് എടുക്കാൻ പറഞ്ഞ ഡ്രസ്സ് എടുത്തില്ല, വേറെ ഡ്രസ്സ് എടുത്ത്. ഇവിടെ ഫോണ് സെറ്റ് ആക്കണ തിരക്കിലാണ്. കല്യാണം എങ്ങനെയുണ്ട്? ഞാൻ മാറ്റിയിട്ട് രസമുണ്ടോ? നിങ്ങളിവിടെ ഇരിക്കുക. ഞാൻ POT ആയോ? രസമുണ്ടോ മാറ്റിയിട്ട്? രസമുണ്ടോ? നമ്മളത്തെ കല്യാണത്തിന് പോയതാ. വിച്ചുമനെ പൊന്നു പോലെ നോക്കുന്ന പറഞ്ഞേ. ഔട്ട്ഫിറ്റ്
ഇത് ലോട്ട്സ് ഓഫ് ബോട്ടിക്ക് പറഞ്ഞിട്ടുള്ള ഒരു പേജ്. ചെക്കൻ അവിടെ എത്തി. സുന്ദരമായിരിക്കും. എല്ലാരും പുറത്തേക്ക് ഇറങ്ങിക്കാം. നമ്മളിവിടെ കാറിലിരിക്കുകയാണ്, കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. ഗൈസ് നമ്മളെല്ലാവരും ഉള്ളിലേക്ക് പോട്ടെ. നമ്മളെല്ലാവരും ഒരു വൈറ്റ് തീമിലാട്ടോ ഇവിടേക്ക് വന്ന്. മാറി സെറ്റാക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻട്രൻസ്. ഇതാണ് പെണ്ണുങ്ങൾ സംഭവം പോകാം. ഇപ്പുറത്ത് കൊല്ലുങ്ങൾ ആ ഒരു രീതി കേട്ടോ. ഷിഫാനെ ഇപ്പോൾ കിട്ടാനേ ഇല്ല. ഫുള്ള് വേറെ തിരക്കിലാണ്. ഷോർട്സ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. പിന്നെ ലോങ് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ചെറിയ ആൾക്കാരാണ് നമ്മൾ കോഴിക്കോട് നിന്ന് വന്നത്. ഇവിടെ സ്റ്റേജിൻ്റെ മുകളിൽ കയറി മൊഞ്ചായിരിക്കുന്നത് കേട്ടോ. എങ്ങോട്ടും നോക്കിയിട്ട് എന്താ ചെയ്യുന്നത് ഒന്നിനെ പിടിക്കുന്നു. എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടെ. സ്റ്റാർട്ടായിട്ട് കാണാൻ കഴിയും. ഞാൻ ചിന്തിച്ചിരുന്ന ഒരു ചോദിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. بإحسان زوجتك بارك الله لكما وبارك عليكما وجمعكما في خير ولطف وعافية اللهم. ഇവിടെ നിക്കാഹിനെ കൊത്തിന് ഒരു കഴിച്ചിലായി. നിക്കാഹ് കഴിഞ്ഞ് കയ്യൊക്കെ വീട്ടിൽ ശുഭകാര്യങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ ആനന്ദക്കണ്ണീർ ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു മൊമെന്റിൽ മനസ്സിലാക്കുന്നത് സന്തോഷം കൊണ്ട് വന്ന കരച്ചിലാണ് അല്ലേ? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചിപ്പുടി കരച്ചി നിർത്താതെ കരച്ചി കരച്ചില്ല. നമുക്കിത് കണ്ടിരിക്കുമ്പോൾ കരച്ചില്ല. ഫോട്ടോ എടുത്തരാൻ വീഡിയോ മാത്രമാണ്. കല്യാണം കഴിഞ്ഞില്ലേ? ഇങ്ങനെ ഗൈസ് നമ്മളെ സായിക്കാക്കന്റെ വൈഫാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ ബാബി, നമ്മളെ കല്യാണ പെണ്ണ്. സൈഡിലൂടെ ആട്ടോ ഈ ഒരു എൻട്രി വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൾച്ചർ നമ്മളതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒക്കെയാണ് ഗൈസ് ഇവിടെ കഴിക്കാനുള്ളത്. ഗൈസ് ഞാനിതൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഡെസേർട്ടായിട്ട് ഈ ഒരു സാധനമാണ് കേട്ടോ, ക്യാരറ്റ് ഹൽവ പോലത്തെ ഒരു സാധനമായിട്ട് മുകളിൽ ഐസ്ക്രീം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് കല്യാണം ഇവിടെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. അവൾ നേരെ റൂമിൽ വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വേണം തിരിച്ചിങ്ങോട്ടേക്ക് പള്ളിയും ചിക്കനും കൂട്ടാൻ വരും. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി തിരിച്ചിട്ട് നമ്മൾ ഇനി വേഗം നമ്മൾ കോഴിക്കോട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നാളെ രാവിലെയാണ് നമ്മൾ എത്തുക. രാത്രി അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു. വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഫുള്ളും പാട്ടൊക്കെ വെച്ചുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് എന്തായാലും വരും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മ്യൂട്ടായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ. അപ്പം എന്തായാലും നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് പോവാണ്. നമ്മളിതാ ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോവാണ് ഹോളിലേക്ക്. നമ്മളെ ഷൈഖാക്കനും പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോണ വഴിക്കുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. അതാണ് നമ്മളെ പെണ്ണ് ഇവിടെ ഉണ്ട്. എന്റെ കൂടെ ഇരിക്കണം. ഓന്റെ കാര്യം കൊടുത്തേ. കൊടുത്തു വീട്ടിലെത്തിട്ടേ ശാപം കിട്ടിയതാ. അടിപൊളി. എന്താ ചെയ്യാ രസമുള്ളത്. ഈ കലവിലെപ്പോഴൊന്നും തീരൂല. നമുക്ക് കല്യാണത്തിന്റെ അന്ന് കറി പൈസ കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അന്ന് കാണാം. ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം.